നമുക്കൊരു പൊട്ടറ്റോ സ്ലൈസായിട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ജെഫ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു എഗ് ആൻഡ് പൊട്ടറ്റോ റെസിപ്പിയാണ് റെഡിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പൊട്ടറ്റോ ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടറ്റോ എടുത്തൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 3 കോഴിമുട്ട നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് കൂടി ഇടുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ കുറച്ച് നമ്മുടെ മല്ലിയില ഒരു രുചിക്ക് വേണ്ടിയാണ്. ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ആൻഡ് പൊട്ടറ്റോ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് നമ്മുടെ പാൻ നമ്മുടെ ചൂടാകുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നമ്മുടെ എണ്ണ ചൂടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 2 സവാള എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴണ്ടി വരണം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ സവാള വഴറ്റിയ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യമേ കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം മതിയാവും. കുറച്ച് നമ്മൾ ഒരു വലിയ ജീരകം കുറച്ചിടുന്നുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം 1 ടീസ്പൂൺ കണക്കിന് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് നമ്മുടെ വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായി. 2-3 വലിയ വെളുത്തുള്ളി മതിയാവും. ഇതൊന്ന് ഒരു ഏകദേശം 1 മിനിറ്റോളം ജസ്റ്റ് വെറുതെ ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ഏകദേശം ചെറുതായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് വാടി വന്ന ടൈമിൽ നമ്മൾ കുറച്ച് ഏകദേശം 1-1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് ബോയിൽഡാക്കി കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോയുടെ സ്ലൈസസ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി ഫ്രൈ ആക്കി എടുക്കണം. ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം. കല്ലുപ്പായത് കാരണം അധികം ഇട്ട് കൊടുക്കണ്ട. പിന്നെ കുറച്ച് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒരു എരിവിന് വേണ്ടിയാണ്. ചില്ലി ഫ്ലേക്സ് പൊട്ടറ്റോ ഫ്രൈ ആയി വന്നതിന് ശേഷം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സവാള നേരത്തെ ഫ്രൈ ആക്കി വെച്ച സവാള നമ്മൾ ചേർത്ത് കൊടുക്കണം. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നമുക്കിനി എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 3 കോഴിമുട്ട, ഉപ്പും നമ്മുടെ കുരുമുളക് പൊടിയും പിന്നെ മല്ലിയിലയും കൂടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ചെറുതായിട്ടൊന്നിങ്ങനെ
ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗിന്ന് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ പൊട്ടറ്റോ അത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആയി. ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സംഗതി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. എല്ലാവർക്കും വീട്ടിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും എഗ്ഗും കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് പ്ലേറ്റിലേക്ക് ഇടണേ. കുറച്ച് ക്യാബേജൊക്കെ ഒന്നിട്ട് അങ്ങോട്ട് ഗാർണിഷ് ചെയ്താൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഭംഗിക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ മച്ചാമാരെ നമ്മുടെ എഗ് ആൻഡ് പൊട്ടറ്റോ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കണേട്ടാ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആ ഒരു ടേസ്റ്റാണ്. ജീരകത്തിൻ്റെയും പിന്നെ അതുപോലെ വെളുത്തുള്ളിയുടെയൊക്കെ രുചി പിടിച്ചിട്ട് ഇത് കറക്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എന്തായാലും കൊള്ളാം. അത്ര സ്പൈസി അല്ല എങ്കിലും ഒരു വെറൈറ്റി ഡിഷ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.